നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിന്നുള്ളത് മക്കാത്തൻ കമ്പനിയാണ്. മക്കാത്തൻ കമ്പനി എന്ന് പറയുമ്പോൾ ഇത് വരുന്ന സ്ഥലം നമ്മുടെ ഇരട്ടപ്പടി എന്ന് പറയും. ഇരട്ടപ്പടി എന്ന് പറയുമ്പോൾ മാളയിലാണ്, അതായത് മാള അടുത്തായിട്ട് വരും. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ മാളയ്ക്കടുത്തുള്ള ഇരട്ടപ്പടി എന്നുള്ള സ്ഥലത്താണിത് ഈ കമ്പനി സ്ഥിതി ചെയ്യുന്നത്. കമ്പനി ഇപ്പോൾ സ്റ്റാർട്ടപ്പാണ്, തുടങ്ങിയിട്ടില്ല. അതിൻ്റെ വർക്കുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും വലിയ വലിയ വണ്ടികളുടെ റിപ്പയറിങ്ങും കാര്യങ്ങളും നടക്കുന്ന ഒരു സ്ഥലമാണ്. അതായത് ഫാക്ടറിയിൽ നിന്ന് നമുക്ക് നേരിട്ട് വണ്ടി വരുമ്പോൾ ബാക്കി അതിൻ്റെ ചേസും ബോഡിയും ഒക്കെ ഇവിടെ തന്നെയാണ് റിപ്പയർ ചെയ്തിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. വലിയൊരു കമ്പനിയാണ്. അപ്പോൾ നമ്മളിത് വന്നിരിക്കുന്നത് ഈ കമ്പനിയിലേക്കാണെന്ന്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വെസൽ ഫിൽട്രേഷൻ നമുക്കിവിടെ ഇൻസ്റ്റാൾ ചെയ്യണം. നമ്മുടെ വെസലും ബാക്കിയുള്ള മീഡിയാസൊക്കെ അവിടെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ടെമ്പററി ആയിട്ട് ഒരു വെസല് നമ്മളിപ്പോൾ ഇവിടെ വെച്ച് കൊടുക്കുകയാണ്. കാരണം ഇവിടെ വർക്കുകളൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ വർക്ക് ഇവിടുത്തെ കംപ്ലീറ്റ് ആവണ അനുസരിച്ചിട്ട് ഇവർ സ്ട്രക്ചറെല്ലാം ആയിട്ട് ഇതിന് മേലോട്ട് നമ്മളുടെ ടാങ്കെല്ലാം കയറ്റിയിട്ട് വെസൽ ഫിൽട്രേഷൻ വീണ്ടും റീഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ അവർക്ക് കുടിവെള്ളത്തിനായിട്ട് നമ്മൾ വെസൽ ഇപ്പോൾ ടെമ്പററി ആയിട്ട് ഫില്ല് ചെയ്ത് നമുക്ക് അതിനെ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ നമ്മൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ വായോ. ഈ കാണുന്ന വണ്ടികളെല്ലാനും പണിക്ക് വേണ്ടി വന്നേക്കണം കേട്ടോ. ഇതെല്ലാം പണിത് കുറച്ച് നാൾക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ നമുക്ക് വെക്കേണ്ടത് ഇവിടെയാണ്. ഈ കാണുന്നതാണ് വെല്ല്. ആ വെല്ലിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ ഒരു ടാങ്ക് അവർ ടെമ്പററി ആയിട്ട് വെച്ചിട്ടുണ്ട്. അതിനടുത്ത് നമ്മുടെ വെസലും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ബാക്കി മീഡിയാസും എല്ലാം ഇവിടെ റെഡിയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ വർക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങാം. വർക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് വർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് എത്തിക്കാനും മറക്കരുത് കേട്ടോ. നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് നമുക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണം കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. ബൈ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ വർക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ഇവിടെ ഇനി നമുക്ക് ബാക്ക് വാഷ് ചെയ്ത് ലൈനപ്പ് ചെയ്യണം. അപ്പോൾ താൽക്കാലികമായിട്ട് നമ്മൾ വെസൽ ഫിൽട്രേഷൻ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തു. ഇനിയിപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കമ്പനി തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ വർക്കുകളെല്ലാം ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ ഇവിടെ സ്ട്രക്ചർ വന്ന് ഈ ടാങ്ക് അതിൻ്റെ മേലെ കയറും. അപ്പോൾ നമുക്ക് വെസലിൻ്റെ പെർമനൻ്റ് ആയിട്ടുള്ള പൈപ്പ് ലൈൻ കണക്ഷനൊക്കെ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇവിടുത്തെ വർക്കേഴ്സിന് അത്യാവശ്യമായിട്ട് അത് അവർക്ക് വേണ്ടിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ വന്നിട്ട് പെട്ടെന്ന് അത് ചെയ്തു കൊടുത്തതാണ്. പിന്നെ ഇവിടുത്തെ വെള്ളത്തിന്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ വലിയ കുഴപ്പമില്ല. എന്നാലും കുറച്ച് രീതിയിൽ അയൺ കണ്ടന്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ക്ലയന്റിന്റെ റിക്വയർമെന്റ് വെറും ഒരു എന്താ പറയുക, ഒരു ഫിൽട്രേഷൻ സിസ്റ്റം വേണമെന്നായിരുന്നു. ഫിൽട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഡ്യുവൽ മീഡിയ അല്ലെങ്കിൽ ഒരു മൾട്ടിമീഡിയ മാതിരി ചെയ്ത് ഒരു പ്രീ ഫിൽട്രേഷൻ സിസ്റ്റം വേണമെന്നായിരുന്നു അവരുടെ ഡിമാൻഡ്. നമ്മൾ വെള്ളമൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ അയൺ കണ്ടന്റ് ഇപ്പോൾ കാണിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഒരു കുന്നിൻ പ്രദേശമാണെങ്കിൽ കൂടിയും ചെറിയ രീതിയിൽ അയണിന്റെ സാന്നിധ്യം കാണിച്ചു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാറ്റലോഗ്സും കാർബണും ചെറിയ രീതിയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ പമ്പിംഗ് ലൈനിലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ മോട്ടറിന് കുറച്ച് പ്രഷറും കൂടുതലാണ്. ഇനിയിപ്പോൾ അത് സ്ട്രക്ചറിന്റെ മേലോട്ട് കയറി കഴിയുമ്പോൾ എല്ലാം നോർമലൈസ് ആയിക്കോളും. ഇപ്പോൾ ഇനി അടുത്തത് നമുക്കിനി ചെയ്യാനുള്ളത് നമ്മുടെ ബാക്ക് വാഷാണ്. അപ്പോൾ അത് ബാക്ക് വാഷ് ഇപ്പോൾ ഞാനത് കാണിച്ചു തരാം ചെയ്യാൻ പോണ എങ്ങനെയാണ്. ഇവിടെയാണ് ഇതിന്റെ താൽക്കാലിക പാനൽ കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ബാക്ക് വാഷ് ഓൺ ആക്കി ജസ്റ്റ് ഹോസ് വഴിയാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഫ്ലെക്സിബിൾ ഹോസ് 1 ഇഞ്ചിന്റെ ഇൻ ഔട്ട് കൊടുത്ത് ബാക്ക് വാഷിന്റെ ലൈനും അങ്ങോട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രൊഡക്റ്റ് വരുന്നത് മീറ്റ് ഉബിക്യൂട്ട് തന്നെയാണ്. ഔട്ട്ലെറ്റിന്റെ അവിടെ നമ്മൾ പിടിപ്പിച്ചേക്കുന്ന ഫ്ലെക്സിബിൾ ഹോസ് വഴി തന്നെയാണ് ഇതിന്റെ പ്രൊഡക്റ്റും വരുന്നത്. അത് നമ്മൾ നേരെ ടാങ്കിലേക്ക് കൊടുക്കും. ബാക്ക് വാഷ് കഴിഞ്ഞിട്ട് അത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ബാക്ക് വാഷ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കളർ വ്യത്യാസം കാണിക്കുന്നത് നമ്മുടെ കാർബണിന്റെയും കാറ്റലോഗ്സിന്റെയും ചെറിയ രീതിയിലുള്ള ഒരു കളർ ഫീഡിങ്ങാണ് പോകുന്നത്. ആ കളർ പോയി കഴിയുമ്പോൾ നോർമലാവും വെള്ളം. ഇപ്പൊ തന്നെ നോർമലായി വരുന്നുണ്ട്. ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ള ഒരു ഇൻസ്റ്റാളേഷൻ ആണ്. അത് നമ്മൾ പ്രത്യേകം എടുത്തു പറയാണ്. താൽക്കാലികമായിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്.
കാരണം ഇതൊരു പ്രൊഫഷണൽ രീതിയിലുള്ള ഒരു വർക്കല്ല. ഇവിടെ സ്ട്രക്ചർ വരും, അതിൻ്റെ മേലേക്കാണ് സംഭവം കയറുന്നത്. അർജൻറ്റായിട്ട് ഇപ്പോൾ നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ഉണ്ട്. അപ്പോൾ ക്ലയൻറ്റിന് ഇത് കാണിച്ചു കൊടുത്തു, അതിൻ്റെ എങ്ങനെയാണ് ബാക്ക് വാഷ് ചെയ്യണത് എല്ലാ പരിപാടിയും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടെമ്പററി ആയിട്ട് ഇപ്പോൾ അവരുടെ ആവശ്യപ്രകാരം നമ്മൾ സംഭവം റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും പോലെ തന്നെ ഇതുപോലെ വെസൽ ഫിൽട്രേഷൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.